ഈ ഒരു വേഴ്സസിന് വേണ്ടിയിട്ട് നല്ല സിനിമാറ്റിക് വീഡിയോ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വ്ളോഗിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാം. Today I am here with this beautiful machine Kawasaki Versys 650. ഒരു സ്പോർട്ടി ലുക്കുള്ള അഡ്വഞ്ചർ ടൂറിംഗ് മെഷീൻ. അത് ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളെ ഡെയിലി കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാം. അതല്ല നിങ്ങളൊരു ടൂറിങ്ങിന് പോവാണ്, ഒരു ലോങ് ടൂറിങ് ആണ് എന്നുണ്ടെങ്കിലും അതിനുവേണ്ടി ഉപയോഗിക്കാം. അതല്ല നിങ്ങളൊരു അഡ്വഞ്ചർ ജങ്കി ആണെങ്കിൽ അതിനും ഉപയോഗിക്കാം. അങ്ങനെ നിത്യജീവിതത്തിൽ വീക്കെൻഡ് റൈഡ്സിൽ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ 650cc ഇന്ത്യൻ മാർക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് കവാസാക്കി വേഴ്സസ് 650. And now, today I am here to give you the complete details. What are the products Legendary Custom has made for this beautiful machine? ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്സസറീസ് ആണ് ലെഗൻഡറി കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസും ഈ ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ബിക്കോസ് ഇതെല്ലാം ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണ്. ഇതൊരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ആയതുകൊണ്ടും ലോങ് ടൂറിങ്ങിന് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ടും ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് പ്രോഡക്ട്സുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ലെഗൻഡറി കസ്റ്റം ബിൽഡ് നമ്മൾ കഴിഞ്ഞ ഈ കുറച്ച് പിന്നിലേക്കുള്ള കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രീമിയം സെഗ്മെൻറ്റിലേക്കുള്ള മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ട്രയംഫിൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള ആക്സസറീസ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്തു. ഫൈനലി വന്നിട്ടുള്ളതാണ് ഈ ഒരു കവാസാക്കി വേഴ്സസ് 650. ഇപ്പോൾ ഈ ഒരു വേഴ്സസ് 650 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വേഴ്സസിന് വേണ്ടിയിട്ട് വളരെ പ്രൊട്ടക്ഷൻ തരുന്ന തരത്തിലും ആ ഒരു ഡിസൈൻ എലമെൻറ്റ് വളരെ കാര്യമായിട്ട് അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടും ആസ്തറ്റിക്കലി ആണെങ്കിലും പ്രൊട്ടക്ഷൻ സൈഡിലേക്കാണെങ്കിലും ബ്യൂട്ടിഫുള്ളി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു 2 പീസ് ആയിട്ട് വരുന്ന ഒരു ക്രാഷ് ഗാർഡാണ് ലെഗൻഡറി കസ്റ്റം ബിൽഡ് ഇന്നിപ്പോൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമുക്കറിയാം ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല ടെറൈനിൽ ഓടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വഞ്ചർ ടൂറിങ് എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് ഡെയിലി കമ്മ്യൂട്ട് ആണെങ്കിലും നമ്മൾ ഏത് ടെറൈനിൽ ഓടിക്കുകയാണെങ്കിലും നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ താഴെ വീഴുകയാണെങ്കിൽ ഈ ഫയറിംഗ് ഒക്കെ വല്ലാതെ ബ്രേക്ക് ആവാനും അതിന് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ഈ ഒരു താഴെ നമുക്ക് കാണാൻ സാധിക്കും ബോട്ടം ടു ടോപ്പ് വരെ ഈ ഫയറിംഗ് കംപ്ലീറ്റ് കവറാവുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും ഒരു ഡിസൈൻ എലമെൻറ്റും ലെഗൻഡറി കസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. റൈഡറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വീഴുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഈ ഒരു സൈഡാണ്. മാത്രമല്ല നമ്മളിനിപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ എൻജിൻ്റെ സൈഡിലേക്കും കൂടെ കവറിങ് വരുന്ന തരത്തിൽ ആ ഒരു സൈഡും കൂടെ പ്രൊട്ടക്ഷൻ വരുന്ന തരത്തിലാണ് ഈ ഒരു ക്രാഷ് ഗാർഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒട്ടുമിക്ക ബിഗ് ബൈക്സിനൊക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ വീൽ സ്ലൈഡർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ നമ്മൾ പലപ്പോഴും അത് കാണാറില്ല. പക്ഷേ ഇന്നിപ്പോൾ വേഴ്സസ് 650 വേണ്ടി ലെഗൻഡറി കസ്റ്റം ബിൽഡ് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള വീൽ സ്ലൈഡറാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വീൽ സ്ലൈഡർ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? നമുക്കറിയാം ഒട്ടനവധി സെൻസേഴ്സാണ് ഇന്നിപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ മോട്ടോർ സൈക്കിളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്കിൻ്റെ സെൻസർ വരുന്നുണ്ട്, അതല്ലാതെ സ്പീഡിൻ്റെ സെൻസേഴ്സ് വരുന്നുണ്ട്, ഈ കംപ്ലീറ്റ് ബ്രേക്കിംഗ് യൂണിറ്റ് തന്നെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റ് ഈ ഭാഗത്തേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു വലിയ ലോസ് ഈ സെൻസറൊക്കെ നഷ്ടപ്പെട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വീൽ സ്ലൈഡർ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലെല്ലാം ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റും ഈ ഒരു വീൽ സ്ലൈഡറിലൂടെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായുള്ളൊരു പ്രോഡക്റ്റാണ് റേഡിയേറ്റർ ഗാർഡ് അഥവാ റേഡിയേറ്റർ ഗ്രിൽ. റേഡിയേറ്റർ ഗ്രില്ല് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളൊക്കെ പല ടെറൈനിലൂടെ ഓടിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് അതിന് പറ്റിയിട്ടുള്ള ഒരു മെഷീനാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വന്ന് റേഡിയേറ്ററിന് വളരെ കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ലെഗൻഡറി കസ്റ്റം ബിൽഡിൻ്റെ തന്നെ വരുന്ന ഒരു ഗ്രില്ലാണ്. 2 കളർ ഓപ്ഷനും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്ന ഒരു അലൂമിനിയം ഫിനിഷിംഗ് കളറിലാണെങ്കിൽ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറിലും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ. തൊട്ട് താഴെ ആയിട്ടുള്ളതാണ് ബാഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ബാഷ് പ്ലേറ്റ് എന്താണ്? ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ടൂറിംഗ് സെഗ്മെൻറ്റിൽ വരുന്ന നമ്മൾ പല കാലാവസ്ഥയിലും പല വെതർ കണ്ടീഷനിലും പല ടെറൈനിലും ഓടിക്കുന്ന ഈ ഒരു മെഷീൻ്റെ എൻജിൻ സൈഡ്
പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ബാഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ സൈഡിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ബാഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു ബാഷ് പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സത്യത്തിൽ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് റൈഡ് ചെയ്യുമ്പോൾ തരും കേട്ടോ. മാത്രമല്ല നമ്മളെ നാട്ടിലെ റോഡിലെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹമ്പുകൾ, മാത്രമല്ല പല സ്ഥലങ്ങളിലും റോഡ് തീരെ ഇല്ല എന്ന് വേണം പറയാൻ, വലിയ വലിയ കുഴികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബാഷ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മളെ എൻജിൻ്റെ സൈഡിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ മാത്രമല്ല ടൂറിങ് സെഗ്മെൻറ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ടൂറിങ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ലോങ് ടൂറിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടനവധി ലഗേജുകൾ കൊണ്ടുപോകാനുണ്ടാവും. അങ്ങനെ ലഗേജുകൾ കൊണ്ടുപോകാനുണ്ടാകുമ്പോൾ സാഡിൽ സ്റ്റേ എന്നുള്ളത് വളരെ വലിയൊരു ഘടകമായി തന്നെ നിൽക്കും. അങ്ങനെ നിങ്ങൾ ലോങ് ടൂറിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഡക്റ്റാണ് സാഡിൽ സ്റ്റേ എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സാഡിൽ സ്റ്റേ നമ്മൾ ഉപയോഗിക്കുന്നത് സാഡിൽ ബാഗ് കീപ്പ് ചെയ്യാനാണ്. ആ ഒരു സാഡിൽ ബാഗ് വീലിൻ്റെ അകത്തേക്ക് ചെന്ന് അപകടങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ് ഒരു പ്രോപ്പർ പ്ലേസ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സാഡിൽ സ്റ്റേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ലഗേജ് ഇതിൽ വെച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ഒറിജിനൽ മോട്ടോർ സൈക്കിളുടെ ആ ഒരു ഫിനിഷിങ്ങിൽ വരുന്ന തരത്തിലുള്ള ഒരു പൗഡർ കോട്ടിങ്ങും ഫിനിഷിങ്ങും ഡിസൈൻ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ സാഡിൽ ബാഗ് ഇല്ലെങ്കിലും ഇത് കാണാൻ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ നമുക്കതിനെ കൊണ്ടൊരു പ്രശ്നവും വരാനില്ല. അതിങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സാഡിൽ സ്റ്റേയിൽ ഏറ്റവും ഒരു ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ള കാര്യം. സോ തീർച്ചയായിട്ടും റൈഡ് പോകുന്ന ആളുകൾക്ക് വളരെ ബെനിഫിറ്റ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സാഡിൽ സ്റ്റേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സോഫ്റ്റ് ലഗേജസ് അല്ല, നിങ്ങൾക്കൊരു ഹാർഡ് ടോപ്പ് ബോക്സും പാനിയേഴ്സൊക്കെ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ മൗണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഈ ഒരു സാഡിൽ സ്റ്റേയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലെഗൻഡറി കസ്റ്റം ബിൽഡിൻ്റെ തന്നെ ഫോർട്ട്നോക്ക് സീരീസിൽ വരുന്ന ഒരു പാനിയേഴ്സ് ആണ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോൾട്ടോൺ ആയിട്ടുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് തന്നെ നമ്മുടെ സ്റ്റോറിലും ഓൺലൈൻ സ്റ്റോറിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ലഭിക്കും. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ പ്രീമിയം ആയിട്ട് വരുന്ന ലെഗൻഡറി കസ്റ്റം ബിൽഡിൻ്റെ പാനിയേഴ്സും കൂടെ വളരെ ഈസിലി നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റൈഡ് ചെയ്യാൻ പോയത് സമയത്ത് സാഡിൽ സ്റ്റേ വെച്ചിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ റിവ്യൂ എടുക്കും. നമ്മളിങ്ങനെ പ്രോഡക്ട്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോടൊക്കെ ചോദിക്കാറുണ്ട് എന്തെങ്കിലും എന്ത് സജഷൻ ഉണ്ടെങ്കിൽ തരിക എന്നുള്ളത്. ലെഗൻഡറി കസ്റ്റം ഒരു പ്രീമിയം ബ്രാൻഡാണ്, പലതരത്തിലുള്ള R&D ചെയ്യുന്നുണ്ട്, ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ പല ആളുകളോടും നമുക്കൊരു റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് റിവ്യൂകളാണ്. സാഡിൽ സ്റ്റേയും പാനിയേഴ്സ് ഒന്നും വെച്ചിട്ടില്ലെങ്കിലും മോട്ടോർ സൈക്കിൾ ഏതെങ്കിലും സാഹചര്യത്തിൽ താഴെ വീഴുകയാണെങ്കിലും സൈഡ് ഭാഗമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായിട്ടും കൂടെ പലരും ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്ത് വളരെ കറക്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡൊക്കെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അടുത്തതായിട്ട് വരുന്ന പ്രോഡക്റ്റാണ് ഈ ഒരു ബാക്ക് കാരിയർ. ബാക്ക് കാരിയർ നമ്മളിപ്പോൾ ഈ സോഫ്റ്റ് ലഗേജസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഒരുപാട് റൈഡ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്ഫുള്ളാണ്. നമ്മളെ ലഗേജുകൾ ഒരു ചെറിയ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാഡ് സ്റ്റേ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ബാക്ക് കാരിയർ ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് എന്താണോ നിങ്ങളെ ലഗേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഈ ഒരു അലൂമിനിയം കളർ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കാണാം, അതല്ലാതെ ബ്ലാക്ക് കളറിലുള്ള ഒരു ഫിനിഷിങ്ങിൽ ഇത് കിട്ടും. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ ടോപ്പ് ബോക്സ് ആണ് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ലഗേജ് അല്ല ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്ലേറ്റ് വളരെ നിർബന്ധമായിട്ടുമാണ്. ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബേസിക്കായിട്ട് വേണ്ട ചില പ്രോഡക്ട്സുകളിൽ ഒന്നാണ് ഈ ഒരു ബാക്ക് കാരിയർ. ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പ്രോഡക്റ്റ് കാണാൻ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലാണ്. നമ്മൾ പലപ്പോഴും പല ടെറൈനിൽ കൊണ്ടിട്ടാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ നിർത്തിയിടുക അല്ലേ. പല ടെറൈനിലായിരിക്കും, ചിലപ്പോൾ നല്ല റോഡുകൾ നമുക്ക് കിട്ടും. അതല്ല നമ്മൾ അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പല സ്ലഷിലായിരിക്കാം, ചില സമയത്ത് സാൻഡിലായിരിക്കാം, അങ്ങനെ പല ടെറൈനിൽ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇടുകയാണെങ്കിൽ ഇത് താഴേക്ക് വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത്തരത്തിലൊരു ബ്രോഡ് സൈഡ് സ്റ്റാൻഡ് ബേസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ വീഴുന്നതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഏതൊരു കണ്ടീഷനിൽ വെക്കുന്ന സമയത്തും ബ്രോഡ് സൈഡ് സ്റ്റാൻഡ് ബേസ് ഉണ്ടെങ്കിൽ അത് ബൈക്കിനെ വീഴാതെ നിലനിർത്തും എന്നുള്ളതാണ്, താഴേക്ക് വീഴാതെ. സോ ദിസ് ആർ ദ ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് ഫോർ കവാസാക്കി വേഴ്സസ് 650. ഇപ്പോൾ ഇതിന് ഫിറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകൾ മാത്രമേ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളൂ. ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ മിററിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി മിറേഴ്സിൻ്റെ കളക്ഷൻ നമ്മളെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ഫോഗ് ലൈറ്റ്, ഇതിൽ ഫോഗ് ലൈറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല.
ഇപ്പോൾ ടൂറിംഗ് ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നമുക്ക് നല്ല ഫോഗ് ലൈറ്റ്സ് നിർബന്ധമാണ്, വളരെ വളരെ നിർബന്ധമാണ്. അങ്ങനെ നല്ല ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഫോഗ് ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോഗ് ലൈറ്റുകൾ കിട്ടും. പിന്നെ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ആണെങ്കിൽ പെർഫോമൻസ് സൈഡിലേക്കുള്ള ഒരുപാട് അപ്ഗ്രേഡ്സ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ബാൻഡോസിൻ്റെ വെബ്സൈറ്റായ www.bangalorepitstop.com എന്ന വെബ്സൈറ്റിൽ കിട്ടും. മാത്രമല്ല നിങ്ങൾ ഇൻ ആൻഡ് അറൗണ്ട് തൃശ്ശൂരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് കം ടു അവർ റീറ്റെയിൽ സ്റ്റോർ ബാൻഡോസ് പിറ്റ് സ്റ്റോപ്പ് പൂങ്കുന്നത്ത്. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇറ്റ്സ് ബീൻ എ വെരി ലോങ് ടൈം. നമ്മൾ വീഡിയോ ഒക്കെ പല യാത്രകളായതുകൊണ്ടൊക്കെ കുറവായിരുന്നു, കുറേ റേസിൻ്റെ പിന്നാലെ കൂടുമായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി ഒരുപാട് പ്രോഡക്ട്സ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും അതുപോലെ തന്നെ യൂട്യൂബിലും വരും. സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് മുർഷിദ് ബാനഡോസ് സൈനിങ് ഓഫ് ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ ഹിൽസ് പെനുകൊണ്ട, ആന്ധ്രാപ്രദേശ്. See you. Finally, my dream bike. But something's missing. I wanted the best for my bike, but everything felt compromised until this bike is designed to conquer highways and mountains and anything in between. But adventure touring demands more than just a powerful motorcycle. It needs protection and practicality. Stop compromising and start customizing.